കോഴിക്കോട് കടലുണ്ടിയിൽ ട്രെയിനിന് നേരെ കല്ലേറ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. പുറമേരി സ്വദേശി ഐശ്വര്യ രാമകൃഷ്ണന്റെ താടിയെല്ലും പല്ലുമാണ് തകർന്നത്. ആദ്യം ആ പ്രതികരണത്തിലേക്കാണ് അവിടെ ഐശ്വര്യയുടെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ കടലുണ്ടിക്കും ഫറൂഖിനിടയിൽ വെച്ചിട്ടാണ് കയറിക്കൊള്ളുന്നത്. ഏതാണ്ട് രാത്രി സമയം 9:50 അവൾ പറഞ്ഞത്. അങ്ങനെയാണ് സംഭവിച്ചത്. കയറുകൊണ്ട് അപ്പോൾ താടിയെല്ലിന് പൊട്ടുണ്ട്, പല്ല് 4 രണ്ടെണ്ണം പോയിന്, 2 പൊട്ട് അനുഭവിച്ചിക്ക് പൊട്ടുണ്ട്. പിന്നെ ചുണ്ട് അങ്ങനെ തന്നെ പൊട്ടീന്, നല്ലോണം പൊട്ടിപ്പോയി. ഐശ്വര്യയുടെ ബന്ധുക്കളുടെ പ്രതികരണമാണ് കേട്ടത്. ദിൽഷ തിലകൻ കോഴിക്കോടും. ദിൽഷ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവം? ഇത്തരത്തിൽ ട്രെയിൻ നേരെയുള്ള കല്ലേറും അതിലുള്ള അപകടവും അത് ഒരു പതിവാകുന്നു, തുടർക്കഥയാകുന്നു കേരളത്തിൽ. വിശദാംശങ്ങൾ. ഏകദേശം 9:50 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനും ഫറോക്ക് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചിട്ടാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെ ഇത്തരത്തിലൊരു കല്ലേറുണ്ടാകുന്നത്. ട്രെയിനിലെ യാത്രക്കാരിയായിരുന്നു പുറമേരി സ്വദേശിനിയായിട്ടുള്ള ഐശ്വര്യ രാമകൃഷ്ണൻ. ഈ ആലുവ UC കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. കുട്ടി സ്റ്റഡി ലീവിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയാകുന്നത്. കുട്ടിക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ താടിയെല്ല് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പല്ല് പോയിട്ടുണ്ട്. ബന്ധുക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുട്ടിക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ RPF-ഉം അതുപോലെ തന്നെ റെയിൽവേ പോലീസും കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മുമ്പ് ആ വഴിയിലൂടെ ഒരു വന്ദേ ഭാരത് പോയിട്ടുണ്ടായിരുന്നു. ആ വന്ദേ ഭാരതിന് നേരെയും ഇത്തരത്തിൽ സമാനമായി കല്ലേറുണ്ടായിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ ചില്ല് തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടും ഒരേ വ്യക്തി തന്നെയാണ് എന്നാണ് RPF-ന്റെ നിഗമനം. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV എല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും RPF കൃത്യമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. സോഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.